ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ ഗാദറിംഗ് നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ മറ്റൊരു സിസ്റ്റം റൺ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിനായിട്ട് നമ്മൾ വെർച്വൽ ബോക്സുകൾ ഉപയോഗിക്കും, വെർച്വൽ മെഷീനുകൾ ഉപയോഗിക്കും. വെർച്വൽ മെഷീൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിനകത്ത് നമുക്ക് നിരവധി OSകൾ നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. വിത്തൗട്ട്, അതായത് സ്റ്റാർട്ടപ്പ് ബൂട്ടർ ഇല്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. സോ അതിന് ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് വെർച്വൽ മെഷീൻസ് എന്ന് പറയുന്നത്. സോ ഈ വെർച്വൽ മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ OSകളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാക് OS ആയാലും ലിനക്സ് ആയാലും യുനിക്സ് ആയാലും അതുപോലെ തന്നെ അങ്ങനെ പല നിരവധി OS, ക്രോം OS ആയാലും അങ്ങനെ നിരവധി OSകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് OSനെയും നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഈ വിൻഡോസ് സിസ്റ്റത്തിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ വെർച്വൽ മെഷീൻസ് എന്ന് പറയുന്നത്. സോ ഇന്ന് മാർക്കറ്റിൽ നിരവധി വെർച്വൽ മെഷീൻസ് അവൈലബിൾ ആണ്. സോ അതിൽ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് വെർച്വൽ ബോക്സ്. ഇത് ഒറാക്കിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ VMware വർക്ക് സ്റ്റേഷൻ, അതുപോലെ തന്നെ VMware ഫ്യൂഷൻ, അങ്ങനെ നിരവധി ടൂൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് വെർച്വൽ ബോക്സ് ആണ്. അതിനായിട്ട് നമുക്ക് ഗൂഗിളിനകത്ത് ജസ്റ്റ് വെർച്വൽ ബോക്സ് എന്ന് സെർച്ച് ചെയ്യാം. അതിനകത്ത് നിന്നും നമുക്ക് ഡൗൺലോഡ്സിലോട്ട് പോകാം. സോ ഡൗൺലോഡ്സിലോട്ട് പോയതിന് ശേഷം നമുക്ക് വിൻഡോസ് ഹോസ്റ്റ്, ഇവിടെ നിന്നും നമുക്ക് നിരവധി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ നിന്നും വെർച്വൽ ബോക്സ് 7.0.18 പ്ലാറ്റ്ഫോം പാക്കേജ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് ഫയൽ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ച് യുവർ ഡിവൈസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. യെസ്, അതായത് ഇതൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അലോ ചെയ്ത് കൊടുക്കാം. സോ യെസ് എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കി ഇൻസ്റ്റാളേഷൻ ഇവിടെ പ്രോസസ്സ് ആകും. സോ ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു പോയാൽ മതി. സോ വാണിംഗ് ഇൻ്റർഫേസിൻ്റെ ഡിസ്ക്ലോഷറാണ് ഇത്, നമുക്ക് യെസ് കൊടുക്കാം. പിന്നെ വരുന്നത് പൈത്തൺ പോലെ, അതുപോലെ തന്നെ വിൻ API, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓക്കെ കൊടുക്കാം. സോ അതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. സോ ഇതിപ്പോൾ നമ്മളെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് സ്റ്റാർട്ട് ഓവർ കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും അത് പോപ്പപ്പ് ആയിട്ട് വരും. സോ ഇവിടെ നമുക്കിപ്പോൾ വെർച്വൽ മെഷീൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഇതിനകത്ത് 3 OS ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഡീഫാൾട്ടായിട്ട് ഇവിടെ വരുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു OS ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ നിന്നും ഫസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇതിന് മുമ്പ് ആരെങ്കിലും സിസ്റ്റത്തിനകത്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമാൻഡ് ചെയ്യണം. അതായത് സ്വന്തം ലാപ്ടോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമാൻഡ് ചെയ്യണം. സോ അതുപോലെ തന്നെ സെയിം പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടുന്ന് ഒരു ന്യൂ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ വിൻഡോസ് 2 എന്ന് പറഞ്ഞു കൊടുത്തു. ഓൾറെഡി എൻ്റെ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഇത് സേവ് ആവുന്ന ഫോൾഡർ നമുക്ക് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ സെറ്റപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു VM എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വിൻഡോസ് 2 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ വിൻഡോസിന് 2 എന്നുള്ള പേര് കൊടുത്തു. അതിനുശേഷം ഫോൾഡർ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ആ OS നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ വിൻഡോസ് OS നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. എങ്ങനെയാണ് നമുക്ക് വിൻഡോസിൻ്റെ സൈറ്റിൽ നിന്നും മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്നും എങ്ങനെയാണ് വിൻഡോസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ വേറൊരു ക്ലാസ് ചെയ്യാം. ക്ലാസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോൻ്റെ മുകളിൽ ഐ ബട്ടണായിട്ട് ഞാനത് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് റെഫർ ചെയ്താൽ മതി.
ഇപ്പോൾ ഓൾറെഡി ഞാൻ വിൻഡോസിൻ്റെ സൈറ്റിൽ നിന്നും ആ ഒരു OS ഞാൻ നേരത്തെ എടുത്തത് കൊണ്ട് തന്നെ നമുക്കത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കത് ഇവിടുന്ന് ഉപയോഗിക്കാം. ഞാനത് ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഓൾറെഡി അത് വിൻഡോസ് സിസ്റ്റമാണ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 10 ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പ്രൊഡക്റ്റ് കീ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം. ഞാൻ നെക്സ്റ്റ് അടിച്ചു. അതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വിൻഡോസ് സിസ്റ്റമാണ് വെർച്വലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആ വെർച്വലി ഇൻസ്റ്റാൾ ചെയ്യുന്ന OSന് നമുക്ക് എത്ര റാം നൽകണം, അതായത് ഈ റാം എടുക്കുന്നത് ഇപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് 60 GB ആണെങ്കിൽ ആ 60 GB നിന്നും ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അതിന് റാം നൽകുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നൽകിയിട്ടുള്ളത് 2 GB ആണ്. നമുക്കൊരു 4 GB അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ നൽകാം. നല്ല റാമുള്ള സിസ്റ്റം, നല്ല സ്പെക്കുള്ള സിസ്റ്റമാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിലൊക്കെ നൽകാം. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് 8 കോർ സിസ്റ്റമാണ്. വിൻഡോസ് അതായത് i7 OS ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. i7 ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു 3 കോർ ഞാൻ സെലക്ട് ചെയ്തു. അതായത് ഈ ഒരു സിസ്റ്റത്തിനായിട്ട് ഞാനൊരു 3 കോർ ഞാൻ സെലക്ട് ചെയ്തു. അതായത് പ്രൊസസ്സർ കോർ സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നത് i7 ആണ്. i7 നിന്നും 8 കോർ i7 ആണ്. അതിൽ നിന്നും ഞാനൊരു 3 കോഴ്സ് അതായത് CPU ഞാൻ എടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ വരുന്നത് നമ്മൾ ഹാർഡ് ഡിസ്ക്, അതായത് വെർച്വലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹാർഡ് ഡിസ്കിൻ്റെ സൈസാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് 50 GB എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷേ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ മിനിമം ഒരു 50 GB എങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അത് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ നേരത്തെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ കയ്യിൽ വെർച്വൽ ബോക്സിൻ്റെ അതായത് VDI എന്ന് പറയുന്ന എക്സ്റ്റൻഷനുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ, ഹാർഡ് ഡിസ്ക് മീൻസ് അതൊരു ഫയലാണ്. ആ ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓൾറെഡി ഞാനിവിടെ നമ്മുടെ വെർച്വൽ മെഷീനകത്ത് പോയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നിന്നും എനിക്കത് ആക്സസ് ചെയ്യാം. അതായത് വീഡിയോ ഓൾറെഡി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എനിക്ക് അവിടുന്ന് ആക്സസ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ പുതുതായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാനിത് ക്രിയേറ്റ് എ വെർച്വൽ ഹാർഡ് ഡിസ്ക് നൗ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം ഇവിടെ എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ്. അതായത് 4 GB നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, 3 കോർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ EFI നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ 50 GB അതായത് 50 GB ആണ് നമ്മൾ ഹാർഡ് ഡിസ്ക് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഫിനിഷ് നൽകാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിന് Windows 2 എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ കാണാം. ഇവിടെ നമ്മൾ പവറിങ് VM അപ്പ് എന്ന് കാണാം. ഇത് നമ്മൾ VMwareൽ ഇത് അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് അപ്പായതിനു ശേഷം വിൻഡോസ് ഓപ്പൺ ആയി വരും. പിന്നീട് നമ്മളെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതായത് ഒരു ലാപ്ടോപ്പിനകത്ത് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നമ്മൾ ഒരു OS കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു OS വിൻഡോസ് OS നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. വിൻഡോസ് കനോട്ട് റീഡ് ദിസ് പ്രൊഡക്റ്റ് കീ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ അവിടെ പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രൊഡക്റ്റ് കീ ഒന്നും എൻ്റർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മെസ്സേജ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പ്രൊഡക്റ്റ് കീ നൽകിക്കൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ നിന്നും ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇനി വീണ്ടും ഇത് റീസ്റ്റാർട്ടായി വരികയാണെങ്കിൽ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അഗൈൻ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം. പ്രൊഡക്റ്റ് കീ ഉള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം
ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഡിസ്ക് ഡ്രൈവിനകത്ത് പോയിട്ട് നമുക്ക് ഒരു ഫയലുണ്ട്. ഇപ്പോൾ വിൻഡോസ് 2 എന്ന് പറയുന്നതിലായിരുന്നു നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഫയല് ഇവിടെ കാണാം. അതായത് അറ്റൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഒരു യുണീക്ക് നെയിം വെച്ചിട്ടുള്ള ഒരു IMG ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഇൻസ്റ്റാളായി വരുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രോംപ്റ്റിംഗ് വരില്ല അവിടെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ ജെന്യൂനായിട്ട് പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്തുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ കണ്ട ആ ഒരു എറർ പ്രോംപ്റ്റ് വന്നിട്ടില്ല. ഇവിടെ വിൻഡോസ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ഏത് ലാംഗ്വേജാണ് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിനുശേഷം ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വിർച്വൽ മെഷീനകത്ത് ഈ വിൻഡോസ് 10 OS ഇൻസ്റ്റാൾ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടുന്ന് പ്രൊഡക്റ്റ് കീ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഓപ്ഷനുണ്ട്. അത് ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡക്റ്റ് കീ എന്ന് പറഞ്ഞ ഈ ഒരു സ്കിപ്പിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിരവധി വേർഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഹോം വേർഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കസ്റ്റം ഇൻസ്റ്റാളേഷൻ ആണ് കൊടുക്കുന്നത്. കസ്റ്റം ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വെർച്വൽ മെഷീൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കസ്റ്റം ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു അൺഅലൊക്കേറ്റഡ് സ്പേസ് ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് കാണാം. ഇതാണിപ്പോൾ നമ്മുടെ ആ ഒരു വെർച്വൽ മെഷീൻ ഡ്രൈവ് വരുന്നത്. നമ്മൾ നേരത്തെ 50 GB ആയിരുന്നു അലോട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 50 GB കാണാം. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനകത്തോട്ട് നമ്മളുടെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇൻസ്റ്റാൾ ആകും. ഇങ്ങനെ 100% ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഇതൊരു ലെങ്തി ഏറിയ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇവിടെ നിന്നും സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിനകത്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വിൻഡോസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിന് രീതിയിലുള്ള ആൻസറുകൾ നമ്മൾ നൽകിക്കൊണ്ട് നെക്സ്റ്റ് അടിച്ച് പോയതിന് ശേഷം നമുക്ക് ആ ഒരു വിൻഡോസ് സിസ്റ്റം നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. സോ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വിർച്വൽ മെഷീനകത്ത് ഒരു വിൻഡോസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് ഇത് ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. സോ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഞാനിത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ഓൾ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആവും. അതിനുശേഷം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു വെർച്വൽ മെഷീൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് കാണിക്കാം എങ്ങനെയായിരിക്കും അത് വരുന്നത് എന്നുള്ളത്. ഇത് റണ്ണായി വരുന്നുണ്ട്. ഇത് റണ്ണായി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇത് വിൻഡോസ് സിസ്റ്റം ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കാറുണ്ട്. ലിനക്സ് അതുപോലെ തന്നെ മെറ്റാഎക്സ്പ്ലോയിറ്റ് OS ഒക്കെയാണ് ഓപ്പണായി വരുന്നതെങ്കിൽ അത്രത്തോളം ടൈം എടുക്കാറില്ല. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്ന ഒരു യൂസർ നെയിമിൽ ഇത് ഓപ്പൺ ആയി വന്നു. നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 2 OS കാണാം. അതായത് ഓൾറെഡി നമുക്കൊരു OS ഇവിടെയുണ്ട്, അതിനകത്ത് വേറൊരു OSും കാണാം. ഇപ്പോൾ ഇവിടെ കണ്ടത് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ വിൻഡോസ് 10നകത്ത് ഞാനൊരു വേറൊരു OSും കൂടി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് പല OSകളും നമുക്ക് ഈ വെർച്വൽ മെഷീനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ
ഇപ്പോൾ വിൻഡോസ് സിസ്റ്റം ആണെങ്കിൽ മേ ബി ഇത് ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് ചില ടൈമിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ ഇതിലൊരു ടിപ്സ് ഉണ്ട്. സോ അതിന് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ വെർച്വൽ മെഷീൻ വർക്കാവുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഫുൾ സ്ക്രീൻ മോഡിൽ ഇടുകയാണെങ്കിൽ നമുക്കൊരു വെർച്വൽ മെഷീൻ എങ്ങനെയാണോ നമ്മളുടെ ഒരു സിസ്റ്റം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതായത് 50 GB ആണ്. ഇവിടെ നമുക്ക് ആ 50 GB കാണാം. വിൻഡോസ് സിസ്റ്റത്തിനകത്ത് GB കാൽക്കുലേഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് അതായത് 49.4 എന്ന് കാണുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എവിടെ നിന്നാണ് നമുക്ക് കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ മെറ്റ എക്സ്പ്ലോയിറ്റേഷൻ്റെ OS എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വളരെ ലെങ്തി ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. സോ വീഡിയോ ഒക്കെ നല്ല ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നും ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എവിടെ നിന്നാണ് നമുക്കൊരു കാലി ലിനക്സിൻ്റെ OS ഫയൽ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ എവിടെ നിന്നാണ് മെറ്റ എക്സ്പ്ലോയിറ്റേഷൻ OS നമുക്ക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.